പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസ്സിലെ ഇന്നുവരെ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുത്തൻ പുലരി കൂടെ കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ച് അരുണോദയൻ്റെ ഉദയ കിരണങ്ങൾ ഏൽക്കുന്നതിന് മുൻപേ ദൈവവചനത്തിൻ്റെ ധ്യാനവുമായി നമ്മളിരിക്കുന്ന റൂമിനകത്തോ സാഹചര്യത്തിനകത്തോ ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തതിന് ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ഐസിയ ചാപ്റ്റർ 45 വേഴ്സ് 2 വായിച്ചു കേൾപ്പിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയുകയും ചെയ്യും. വളരെ സുപരിചിതമായ വാക്കാണ്. ഈ വാക്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്കകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇത്. ആ പശ്ചാത്തലത്തോട് ഒരു നീതി പുലർത്തിക്കൊണ്ട് ആ സാഹചര്യങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, നമുക്ക് ആ വാക്യങ്ങൾ എങ്ങനെ ദൈവസന്നിധിയിൽ ആ വചനം നമുക്ക് എങ്ങനെ എടുക്കാം എന്ന് ചിന്തിച്ച് നമുക്ക് അല്പനിമിഷങ്ങൾ ഒന്ന് ധ്യാനിക്കാം. ഒന്ന് ചിന്തിക്കുമ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിനക്ക് മുമ്പായി. ഇവിടെ രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് ഞാൻ, അതായത് കർത്താവ് എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ സബ്ജക്റ്റ് ഞാൻ, നിനക്ക്, അതിനകത്ത് ഒരു ആ ക്രിയ അനുഭവിക്കുന്ന ആളുണ്ട്. ഞാൻ നിനക്ക്. ഞാൻ എന്ന് പറയുന്നത് ദൈവം തമ്പുരാനാ, അഖിലാണ്ടത്തിന്റെ ഉടയവനും ചരാചരങ്ങളുടെ സൃഷ്ടിതാവുമായ ദൈവം തമ്പുരാനാണ് ഞാൻ എന്ന് പറയുന്നത്. മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മുന്നോട്ടുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ നിനക്ക് മുൻപായി നടന്ന്. ഈ നിനക്ക് മുൻപായി എന്ന് പറയുന്ന ആ നിനക്കെന്ന് പറയുന്ന വ്യക്തി അവന്റെ വാക്യത്തിൽ 44-ന്റെ അവസാനം 45-ന്റെ 5-ലേക്ക് ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. ആ രാജാവിന്റെ പേര് കോരസ് എന്ന് മലയാളത്തില്, ഇംഗ്ലീഷില് ചരിത്രത്തിൽ പറയുന്ന സൈറസ് എന്ന് പറയുന്ന രാജാവ്, പേർഷ്യൻ കിങ് ആയ സൈറസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവജനത്തോട് പറയുന്ന ഈ ആലോചനയിൽ നിന്ന് വ്യത്യസ്തമായി ജനമല്ലാത്ത ഒരു പുറംജാതിക്കാരൻ, കർത്താവിന്റെ കണക്കിൽ യഹൂദനല്ലാത്ത, ആ കാലഘട്ടത്തിൽ യഹൂദനല്ലാത്ത പുറംജാതിയരായ രാജാവായ കോരസിനെ അല്ലെങ്കിൽ സൈറസിനെ വിളിച്ചിട്ട് സൈറസിനോട് പറയുക, ഞാൻ നിനക്ക് മുമ്പായി നടന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ കണ്ണിച്ച് ഇരുമ്പോടാമ്പലുകളെ തകർത്തു കളയുന്ന ഒരു ദൈവകൃപ, അങ്ങനെ ഒരു ദൈവശക്തി ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്നു. ഇതിനകത്ത് ഈ ജാതീയ രാജാവായ കോരസിന് വേണ്ടി അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്റെ ജനമല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. നമുക്ക് ഈ ശബ്ദ പരിധിക്കുള്ളിൽ നമ്മൾ കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തെ അറിയാം, യേശുവിനെ അറിയാം, പരിശുദ്ധാത്മാവിനെ അറിയാം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന മിക്കവർക്കും അറിയാം. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഈ മനുഷ്യൻ ദൈവത്തോട് യേശുവിനോട് അല്ലെങ്കിൽ ഈ കാണുന്ന അഖിലാണ്ടത്തിന്റെ ഉടയവനോട് പ്രാർത്ഥിക്കാതെ മറ്റു വിഗ്രഹങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്ന വാക്ക്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചാല് കാട്ടിൽ വളർന്നു വന്ന് രാജാവാകാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് വന്ന് വരുമ്പോൾ തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, യെശയ്യാ ഈ പ്രവചനം എഴുതുമ്പോൾ ഈ രാജാവ് ജനിച്ചിട്ടില്ല. ഈ രാജാവിന് ജനനത്തിന് മുമ്പേ വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്കെങ്കിലും അപ്പുറം എഴുതുന്ന ഒരു പ്രവചന വാക്കാണ് ഈ മനുഷ്യനെ കുറിച്ച് ഇത്. അപ്പൊ ദൈവത്തിന്റെ നിയോഗമുള്ള ഒരു വ്യക്തിയെ കുറിച്ച്, അത് ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം കൂടാതെ തമ്പുരാൻ ആ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അവന്റെ മേലുണ്ടെന്നുള്ളത്, അത് ഭൂലോകത്തിന്റെ എവിടെയായിരുന്നാലും തെരഞ്ഞെടുപ്പുണ്ടെന്നുള്ളത് ഒന്നാമത്തെ വസ്തുതയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു ദൂത് പറയാം, നീ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ടാ കുഞ്ഞെ ഈ വചനം കേൾക്കുന്നത്. ഈ വചനം വായിക്കുമ്പോൾ, ഞാൻ ഈ പറയുന്ന സന്ദേശം കേൾക്കുമ്പോൾ നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി, ലോകത്തിലുള്ള ഏതാളുകളിൽ നിന്നും വ്യത്യസ്തമായി ദൈവം തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത നിനക്കൊണ്ട് നിന്റെ ജീവിതത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ ചോസൻ ചെയ്തിരിക്കുന്നത്. ഈ സന്ദേശം നീ കേൾക്കുന്നത്
അപ്പോ ഈ മനുഷ്യരെ തെരഞ്ഞെടുത്തത് ഒരു നിയോഗമായിട്ടാ. എന്താ അധികാരം എന്താണെന്നറിയോ? മറ്റു രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കാൻ എന്ന് പറഞ്ഞാൽ അധികാരം എക്സ്റ്റെൻഡ് ചെയ്യാൻ, മറ്റുള്ള രാജാക്കന്മാരെ കീഴടക്കാൻ, അവരുടെ അധികാര പരിധിക്കുള്ളിൽ ഒരു ഡോമിൻ, ഒരു സോവറിൻ പവർ, ഒരു ഡൊമൈൻ പവർ, അവരുടെ മേൽ അധികാരത്തിന് ഒരു പവർ കൽപ്പിക്കാൻ. അത് മാത്രവുമല്ല, താഴോട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് മറവിടങ്ങളിലെ നിക്ഷേപങ്ങളെ, ഇരുട്ടിലെ ഗുപ്തനിധികളെ അതും തരുന്നുണ്ട്. അപ്പൊ വേണ്ടിയതെല്ലാം നൽകി തരുന്നു. ഇത് അപ്പോയിന്റ്മെന്റ് പറയുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? തകർന്നു പോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിതെടുക്കാൻ. ശലോമോന്റെ ദേവാലയം നെബൂഖദ്നേസർ തകർത്തു കളഞ്ഞ ദേവാലയവും അതിൽ നിന്ന് കൊള്ളയായി പിടിക്കപ്പെട്ട പാത്രങ്ങളും മടക്കി കൊടുത്ത് ദേവാലയം വീണ്ടും പണിയാൻ, ഈ മനുഷ്യരെ രാജാവിന്റെ ചെലവിൽ ദേവാലയം പണിയാൻ, ദൈവത്തിന്റെ ആലയം പണിയാൻ ഈ മനുഷ്യനെ ദൈവം നിയോഗിക്കുകയാ. രണ്ട് വസ്തുതകൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നീ ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ, നീ ദൂരെ എവിടെയോ മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ച് മാറോട് ചേർത്ത് പിടിച്ച് അടുത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ തന്ന മിഷന് വേണ്ടി, ആ പർപ്പസിന് വേണ്ടി നിയോഗിക്കുന്ന ദൈവത്തിന്റെ മിഷൻ നിന്റെ മേൽ ഉണ്ടെങ്കിൽ മോശയെ പോലെ മാറി അതേ ഹോരേബോളം ചെന്ന് അവിടെ ചെന്ന്, വേണ്ട കർത്താവേ ഇനി എന്നെ കൊണ്ടൊക്കത്തില്ല, വേറൊരുവനെ വിട്, മറ്റൊരാളെ എന്ന് പറയുമ്പോഴോ കുഞ്ഞെ, നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ. അതേ യോനയുടെ മേൽ നിയോഗമുണ്ടെങ്കിൽ, അത് മത്സ്യത്തിന്റെ വയറ്റിലിട്ടായാലും, അത് നീലത്തിമിംഗലത്തിന്റെ വയറ്റിലിട്ടിട്ടായാലും, കപ്പൽ ഛേദമുണ്ടാക്കിയിട്ടായാലും, നിന്നെ കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് മാത്രമേ തമ്പുരാൻ അത് ചെയ്യിക്കുകയുള്ളൂ. രക്തത്താൽ ക്ഷയമെടുക്കട്ടെ. ഒന്നത്, നിനക്കൊരു ദൗത്യമുണ്ടെങ്കിൽ നിന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കും, നിന്നിൽ മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം. ഇത് കോരശിനെ ദൈവത്തിന് വേണം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഇതിനകത്ത് മറ്റൊരു വസ്തുതയുണ്ട്. ഈ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു മാറ്റം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ, ഈ ആലയപ്പണി ഇനി നടക്കത്തില്ല. നെബൂഖദ്നേസർ പിടിക്കപ്പെട്ടു, ആലയം തീ വെച്ച് വെണ്ണീരായി ചാരമായി പോയി. ഇനി അത് പുതുക്കി പണിയാൻ ഒക്കത്തില്ലെന്ന് വിചാരിച്ച് ഇസ്രായേൽ ജനം അടിമത്വത്തില്ല. സ്വന്തമായി വീടില്ല, പിന്നെയല്ലേ ആലയം പണിയുന്നത്. ഇവിടെ സ്വന്തമായി വീടുണ്ടെങ്കിലും ആലയം പണിയാൻ ബുദ്ധിമുട്ടുന്ന കാലത്ത് സ്വന്തമായി വീടില്ല, കുടിയില്ല, വസ്തുവകയില്ല, ആഹാരത്തിന് പോലും അങ്ങനെ സ്വന്തമായി വീടില്ലാത്ത അടിമകളായി വരിക. ഇവർക്ക് എങ്ങനെയാ ഒരു ആലയം പണിയാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇതിന്റെ ഒരു സാഹചര്യം എഴുതിയിട്ട്, പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. അത് ദൈവം തമ്പുരാന്റെ വാഗ്ദത്തം അവരോടുള്ളത്. അപ്പൊ ഇതെങ്ങനെ സാധിക്കും? ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണേ. ആലയം തകർന്നു, ഇതിനി എങ്ങനെ സാധിക്കുമെന്ന് വിചാരിക്കുമ്പോ, ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത്, ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ഇടത്ത്, അത് ജാതീയ രാജാവ്, പർഷ്യൻ രാജാവായ കോരശിനെ ദൈവം നിയോഗിച്ചിട്ട്, അതും ആലയം പണിയാൻ, ദൈവജനത്തിന് വേണ്ടി ആലയം പണിയാൻ ഒരുക്കപ്പെട്ട ചിലരെ, അതിന്റെ മതില് പണിയാൻ നെഹമ്യാവിനെ, അതിന്റെ ആലയം പണിയാൻ സെക്കരിയാവിനെ, അതിന് കൂടെയുള്ള സെരുബാബേലിനെ, പുരോഹിതൻ യോശുവയെ, ഇങ്ങനെ ചിലരെ നിയോഗിച്ച് ആലയം പണിക്ക് വേണ്ടി വിട്ടുപോ, ആലയം പണിക്ക് വേണ്ടി നിയോഗിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുത്ത് തമ്പുരാൻ വിടുമ്പോൾ പതറി പോകണ്ട. പിന്നിൽ അതിന് പണം മുടക്കാൻ, അതിന് കൽപ്പന തരാൻ, നഷ്ടപ്പെട്ടത് മടക്കി തരാൻ, പിശാച് അപകരിച്ചതിനെ, ഇല്ലാതാക്കി കളഞ്ഞതിനെ, ആലയത്തിനകത്തെ വസ്തുവകളെ മടക്കി തരാൻ ദൈവത്തിന്റെ നിയോഗം, ഇടപെടല് അത് ജാതീയ രാജാവിനെ കോരശിനോടുണ്ട്. ഈ വസ്തുത കേൾക്കുമ്പോൾ ഒരു ദൂതുടെ പറയാം, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, അധികാരികൾ നിനക്ക് അനുകൂലമല്ല, എല്ലാം മാറിയിരിക്കുക, ഇനി ഇതെനിക്ക് നടക്കത്തില്ല, ഇത് നടക്കുമ്പോൾ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, അതേ എസ്തേർ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും, ഞാനും എൻ്റെ തോഴിമാരും, നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. ഇവർ 2 കൂട്ടരും ഒരുപോലെ പ്രാർത്ഥിച്ചിട്ട് രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ രാജാവിന് തിരുവള്ളമുണ്ടായി പൊൻചങ്കോൽ നീട്ടുന്നെന്ന് പറഞ്ഞാൽ, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നീർത്തോട് കണക്കായിരിക്കുന്നു. പൊൻചങ്കോൽ നീട്ടുന്നത് പോലെ ദൈവത്തിന്റെ പൈതലെ, എത്ര വലിയ പ്രതിസന്ധിയായാലും, നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തതായാലും, നിനക്ക് ഒക്കുന്നില്ലെന്ന് വിചാരിച്ചാലും, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ആത്മാവിൽ ഉറപ്പിച്ചോ, രാജാവിന് പൊൻചങ്കോൽ നീട്ടിയതുപോലെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ.
ഇവിടെ നിനക്ക് വേണ്ടി, ആ ജനത്തിന് വേണ്ടി ഒരാലയം പണി നടക്കുകയാ. ആ ജനത്തിന് വേണ്ടി ഒരാലയം പണി തമ്പുരാൻ നടത്തുകയാ. വിശ്വസിച്ചോ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. അത് എഴുതിയിരിക്കുന്നത് നിനക്ക് മുമ്പാകെ പുറപ്പെടും, താമ്ര വാതിലുകളെ ഖണ്ഡിക്കും, ഇരുമ്പോടാമ്പുകളെ തകർക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കും. തടസ്സങ്ങളെ ദൈവം മാറ്റുകയാ. നിന്റെ മുമ്പിൽ കാണുന്ന തടസ്സങ്ങളെ തമ്പുരാൻ മാറ്റുകയാ. കോരശിനോട് പറയുന്ന വാക്ക് അതേ നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ച് നിന്റെ മുമ്പിലെ തടസ്സങ്ങളെ മാറ്റുന്ന, നിന്റെ മുമ്പിലെ പ്രതിസന്ധികളെ, ആളുകളെ മാറ്റി നിനക്ക് അനുകൂലമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുകയാ. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചോ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ദൈവജനത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ നിയോഗം വീണിരിക്കുന്നവർ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനാൽ പിടിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ചിരിക്കുന്നു. അവരുടെ തടസ്സങ്ങൾ മാറുന്നു, ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കുന്നു. താമര ഓടാമ്പലുകളെ കണ്ണിച്ച്, താമര ഓടാമ്പലുകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച്, താമര വാതിലുകളെ തകർത്ത് ദൈവത്തിന്റെ പദ്ധതി തടസ്സങ്ങളെ മാറ്റുന്നു. ദൈവ ദൂതൻ ഇറങ്ങി വന്ന്, ദൈവം ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ കരുത്തിനായി നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുന്ന സകല പേരെയും, ഈ പ്രാർത്ഥന എന്നോടുകൂടി ആമേൻ പറയുന്ന സകല പേരെയും അങ്ങനെ തന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി കർത്താവേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു, ആത്മാവിൽ ബലപ്പെടും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസം അനുഗ്രഹമാകട്ടെ, കർത്താവ് കൂടിയിരിക്കട്ടെ. ആ പ്രാർത്ഥന വിഷയങ്ങളിൽ ദൈവത്തിന്റെ ആത്മ പ്രവർത്തിക്കുന്നതിനായി നന്ദി കർത്താവെ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം. സകല മാനവബോധത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you, bless you, bless you and walk with Jesus. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you.